ഹലോ, ഇന്ന് ഞങ്ങളുള്ളത് ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. മന്തി കഴിക്കാൻ വന്നതാണ്. ഭയങ്കര വിശപ്പൊക്കെ വന്ന് മന്തി കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നോർമൽ കുഴിമന്തിനേക്കാട്ടിലും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കുക അൽഫാം മന്തിയാണ്. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിയെ തിരക്കായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന മന്തി എത്തി. ഇത് ഇവിടുത്തെ തന്നെ സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. അതിൻ്റെ പേര് ജമൈക്കൻ അൽഫാം മന്തി എന്നാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് കഴിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ആളുടെ ബർത്ത്ഡേക്ക് ട്രീറ്റ് തന്നപ്പോഴാണ്. ആളാണ് ഞങ്ങൾക്കിത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നോർമൽ മന്തിനേക്കാട്ടിലും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഇതിനുണ്ട്. അങ്ങനെ മന്തി വന്നു കഴിഞ്ഞപ്പോൾ ചിക്കൻ്റെ വലിയ പീസ് തന്നെ നോക്കി ഞാൻ ആദ്യം എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. ആ ചേട്ടൻ ലെഗ് പീസാണ് എടുത്തത്. നല്ല ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഓൾറെഡി ഇവിടുന്ന് കഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഭയങ്കര വിശപ്പൊക്കെ വന്ന് പുറത്തുനിന്ന് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്താണ് ഞാൻ മന്തി ഓർഡർ ചെയ്യാറ്. അല്ലെങ്കിൽ നോർമൽ അൽഫാം വിത്ത് കുബൂസാണ് കഴിക്കാറ്. ഇന്ന് പക്ഷെ വിചാരിച്ച പോലെ ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് അത്രയൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഫുഡ് വരുന്നതിന് മുന്നേ ഭയങ്കര ഷോ ആയിരുന്നു. ചേട്ടനോട് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കുറേ കഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ കാണിച്ചതാണ്. പക്ഷേ കഴിച്ച് പകുതി ആയപ്പോഴേക്കും എനിക്ക് മതിയായി. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അത് ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, എനിക്ക് കഴിക്കാൻ പറ്റണില്ല. ആക്രാന്തം കൊണ്ടാണെന്ന് തോന്നണേ. ഇതിപ്പോൾ കുരങ്ങൻ്റയിൽ പൂമാല കിട്ടിയ പോലത്തെ അവസ്ഥ. എന്താ ചെയ്യുക എന്നുള്ള ഒരു ഇതായിപ്പോയി. പിന്നെ ആകെ ഒരു ആശ്വാസമുള്ളത് റൈസ് ബാക്കി വന്നാലും ചിക്കൻ എന്തായാലും വേസ്റ്റ് ആവില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം ചേട്ടൻ കഴിച്ചോളും എന്നുള്ളൊരു വിശ്വാസം. അതെന്തായാലും തെറ്റിയില്ല. ചേട്ടൻ ഞാൻ ബാക്കി വെച്ച ചിക്കൻ കഴിച്ചു. റൈസ് കഴിച്ചില്ല കേട്ടോ, കാരണം റൈസ് കൂടെ കഴിച്ചാൽ ഭയങ്കര ഹെവി ആയിപ്പോവും. ഒന്നാമത് ഞങ്ങൾ നൈറ്റാണ് കഴിക്കാൻ വന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.